ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് ഗെയിൻ ഓഫ് 10%. ഒരു ആർട്ടിക്കിൾ 10% ലാഭത്തിലാണ് വിറ്റത്. ഇഫ് ഇറ്റ് ഹാഡ് ബീൻ സോൾഡ് ഫോർ rest 26 more, the profit would have been 50%. The cost price of the article is. അതായത് ഒരു ആർട്ടിക്കിള് 10% ലാഭത്തിൽ വിറ്റു, അതിനോടൊപ്പം 26 രൂപയും കൂടി കൂട്ടി കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? കോസ്റ്റ് പ്രൈസിൻ്റെ 15% ആകുമായിരുന്നു. അദ്ദേഹം വാങ്ങിയ വിലയുടെ 15% ആകുമായിരുന്നു. എങ്ങനെ? 10% ലാഭത്തിൽ കൊടുത്തതിനൊപ്പം ഒരു 26 രൂപയും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ. ഓക്കെ, കോസ്റ്റ് പ്രൈസ് നമുക്കറിയില്ല. എക്സ് എന്ന് പറയുന്നത് കൊടുത്തു, ആൻഡ് 10% ലാഭം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ 10% പ്ലസ് 26 രൂപ കൂടെ കൂട്ടി കൊടുത്തിരുന്നുവെങ്കിൽ എത്ര? എക്സ് ഇൻറ്റു 15 എങ്ങനെ? 15 എങ്ങനെ വന്നു? അതായത് 15% ആകുമായിരുന്നു, കോസ്റ്റ് പ്രൈസിൻ്റെ 15% ആകുമായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? 10x ഡിവൈഡഡ് ബൈ 100 പ്ലസ് 26 ഈക്വൽ ടു 15x ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ 10x പ്ലസ് 2600 ഡിവൈഡ് ബൈ 100. ഈ 2600 എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ ഈ 100 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 26ൻ്റെ താഴെ ഒരു 1 ഉണ്ടല്ലോ, അപ്പോൾ മുകളിലും താഴെയായിട്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ഇത് 100ഉം 100ഉം ഇവിടെ സെയിം ആകുമ്പോൾ നമ്മൾ 100 തന്നെ എഴുതുന്നു. മുകളിൽ 10x പ്ലസ് 2600 ഈക്വൽ ടു 15x ഡിവൈഡ് ബൈ 100. 10x പ്ലസ് 2600 ഇൻറ്റു 100 ഈക്വൽ ടു 15x ഇൻറ്റു 100. അപ്പം ഈ 10x ഇൻറ്റു 100 ആകുമ്പം 1000x പ്ലസ് 2600 ഇൻറ്റു 100 ആകുമ്പോഴത്തേക്ക് 2,60,000 ഈക്വൽ ടു 15 ഇൻറ്റു 100 1500x. ഓക്കെ, അപ്പോൾ ഈ 1500 നിന്ന് 1000 ഇപ്പുറം കൊണ്ടുവന്ന് കുറയ്ക്കുന്നു, അപ്പോൾ 500x എന്ന് കിട്ടുന്നു. ഈ 2,60,000 ഇവിടേക്ക് ഈ 500 കൊണ്ടുവരുന്നു, എക്സ് അവിടെ ഇട്ട് 500 കൊണ്ടുവരുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പുറത്ത് ഇൻറ്റു ചെയ്തേക്കുന്നത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്നു. 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും എത്ര? 520 എന്ന ആൻസർ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 520.